നമ്മളെ ഈ മില്ലി ബഗ്, പിന്നെ വെള്ളീച്ച, പിന്നെ ഇതേപോലത്തെ ഇല ചുരുട്ടി പുഴു കണ്ടോ, പിന്നെ ഉറുമ്പുകൾ, പുള്ളിയുറുമ്പുകൾ, പിന്നെ എന്തിട്ട് മറ്റുള്ള വെള്ള പ്രാണികൾ, ഇതിൻ്റെ അടിയിലൊന്നുമില്ല. അങ്ങനെ പലതരത്തിൽ നമ്മുടെ പച്ചക്കറികളേനെയും ഫ്രൂട്ട്സിനെയൊക്കെ ആക്രമിക്കണ കീടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിനൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ. പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ പൊടികൾ കാണും, ഇങ്ങനെ വെള്ള പൊടികൾ കാണും. പിന്നെ നമ്മുടെ ഈ പയറൊക്കെ നോക്കിയേ കണ്ട, പയർ ഇത് കുഴപ്പമില്ല. പക്ഷേ ചില പയറുകൾ കണ്ട, ഇത് നോക്കിയേ ഇങ്ങനെ ഇരച്ച പോലെ കണ്ട. അപ്പോൾ എനിക്കറിയണ്ടായിരുന്നില്ല ഇതെന്താണെന്നുള്ളത്. ഇവിടെ ഇതിൻ്റെ മുകളിൽ നിറച്ച് പുളിയുറുമ്പായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് കരുതിയെന്ന് വെച്ചാൽ പുളിയുറുമ്പ് നമ്മുടെ ഒരു മിത്രമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പുളിയുറുമ്പുകൾ ഇങ്ങനെ ഓടി നടന്നപ്പോഴാണ് അവർ നീരൂറ്റി കുടിക്കുകയായിരുന്നു വേണ്ട. ഇതിൻ്റെയൊക്കെ വലിപ്പം കുറഞ്ഞു. ഇതിനേക്കാളും വലിപ്പമുള്ള പയറെന്നാൽ ഇതുമ്മ കേടില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ വരുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ മുരടിപ്പ്, അങ്ങനെ കീടങ്ങളെ ആക്രമിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇതേ കണ്ട ഈ വെള്ളരി വർഗത്തുമ്മ കാണുന്ന ഈ പ്രാണി ഉണ്ടല്ലേ, ഇതിനിപ്പോൾ ഇങ്ങനെ കിട്ടി നമുക്കിങ്ങനെ കൊന്നുകളയാം. ഇതിൻ്റെയൊക്കെ എല്ലാം തിന്നു കണ്ട. അപ്പോൾ ഈ ഒരു രോഗങ്ങൾക്ക് അങ്ങനെ മണ്ടരി, മുഞ്ഞ, ഈ ഇതിമൊക്കെ ഉണ്ടാവില്ലേ പയറുമ്മ, ഇതൊക്കെ നമ്മൾ ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചിട്ട് മടുത്തിരിക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. നിങ്ങൾ ജൈവമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് തന്നെ ചെയ്ത് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാനിന്ന് പറയുന്നതിൽ നമ്മൾ കെമിക്കൽ ചെറിയ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. ഓർഗാനിക് മാത്രം ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അത് നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്, വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം, അങ്ങനെയൊക്കെ കണ്ടു. ഈ കുമ്പളത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ ഓട്ടയാക്കണത്. അപ്പോൾ ഇതിന്മേയൊന്നും അങ്ങനെ കാണാനില്ല. പിന്നെ ഞാൻ പയറുമ്മ വേറെ കാണിച്ചു തരാം. കണ്ടു, നമ്മുടെ പയർ നമ്മുടെ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചിട്ട് കമ്പിൽ പൂട്ടതായിരുന്നു എന്താ. പക്ഷേ ഈ പയറിൻ്റെ നീളം നോക്കി, ഈ പയർ തന്നെ ഉണ്ടായി നമുക്ക് ഇതിൻ്റെ ഒരു 10 വലിപ്പുണ്ടാവും. അത്ര കഷ്ടമായി കണ്ട. അപ്പോൾ ഈ കുഞ്ഞൻ ഉറുമ്പ് പോണതിന് നമ്മൾ ഉറുമ്പും പൊടി ഇട്ടിട്ടും ശരിയാവാണ്ട് അങ്ങനെയൊക്കെ നമ്മൾ മടുത്തിരിക്കുന്നവർക്ക് ഉള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതുമ്പോൾ നിറച്ച് പുളിയുറുമ്പാടുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ അത് നല്ലതാണെന്ന് വെച്ചിട്ട് ഞാനത്ര കെയർ ചെയ്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ഈ മരുന്ന് പ്രയോഗം കൊണ്ട് പുളിയുറുമ്പിന് 7 ഇലത്തില്ല. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ഞാൻ പറയുന്ന മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. കണ്ട, ഇത് നമ്മുടെ പേരേമൊക്കെയാണ് കണ്ട, അവിടെ പേരയൊക്കെ ഉണ്ട്. ഇതുമേലാണ് ഈ പുളിയുറുമ്പും കൂടി വരണത്. അപ്പോൾ ഇതുമ്പോൾ നടന്നപ്പോൾ നമ്മളത് അത്ര ഗവനിച്ചില്ലേ, മിത്രമായിട്ട് കണക്കാക്കി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യണ മരുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് പച്ചക്കറിക്ക് മാത്രമല്ല പൂക്കൾക്കും. ഇപ്പം നമ്മുടെ മുല്ലമുട്ട് കണ്ടു. ഇപ്പോൾ ഇവിടെ നോക്കി കണ്ട, പുല്ല് നിങ്ങൾ നോക്കണ്ട കേട്ടോ, അത്രയും ഉണ്ട് കണ്ട. ഈ മുല്ലമുട്ടിനൊന്നും കേടില്ലാത്തത് നമ്മൾ മൊത്തത്തിൽ ഇവിടെ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിനും കിട്ടും. അല്ലെങ്കിൽ ഇതൊക്കെ പുഴു തിന്നു പോവും. അപ്പോൾ നമ്മുടെ മുല്ലകൾ, അല്ലെങ്കിൽ റോസ്, ചെമ്പരത്തി, ഇങ്ങനെ എല്ലാ പൂച്ചെടികൾക്കും. അപ്പോൾ പച്ചക്കറി മാത്രമല്ല പൂച്ചെടികൾ, പിന്നെ നമ്മുടെ പേരേമയൊക്കെ വരും ഈ തരത്തിൽ. സപ്പോട്ട ഇതുമൊക്കെ എൻ്റെ കണ്ടിട്ടുണ്ട്, ഈ വെള്ള മില്ലി ബഗൊക്കെ. അപ്പോൾ അതൊക്കെ പോവാനുള്ള നമ്മുടെ മരുന്നാണിത്. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ജൈവം പറയുമ്പോൾ ചെയ്യുന്നത് ഇതാ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതത്തിൻ്റെ പേസ്റ്റാണിത്. നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളക്, കാന്താരിമുളകും കൂടി ഇത്തിരി സോപ്പ് ലായനി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചത് കൊണ്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നമുക്കറിയാമല്ലോ സാധാരണ. ഇപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു തരേണ്ട അറിയാം. ഇപ്പോൾ ഇത് സോപ്പും കൂടി ബാർ സോപ്പ് കിട്ടാം. നമ്മുടെ പണ്ടത്തെ ശബരി അങ്ങനത്തെ ബാർ സോപ്പാണ് ഇതിൽ നല്ലത്. ഇനി അല്ല നമ്മുടെ കയ്യിൽ മറ്റുള്ള വിമ്മിൻ്റെ ലിക്വിഡോ അങ്ങനെയാണെങ്കിൽ അതൊരു 3 തുള്ളി ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇത്തിരി വേപ്പെണ്ണ ഒഴിക്കണം. എപ്പോഴും നമ്മൾ നല്ല വേപ്പെണ്ണ മേടിച്ച് വെച്ചാൽ നല്ലതാണ് കണ്ട. അപ്പോൾ അതൊരു 4 തുള്ളി അത്ര ഒഴിച്ചാൽ മതി, കാരണം അതൊരു പിടുത്തം കിട്ടാനായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് അലിയാനായിട്ട് നമ്മളിതേ കുറച്ച് വെള്ളം ചേർത്ത്. ഇതൊക്കെ നമ്മൾ ജൈവം ചെയ്യണ പോലെ തന്നെ ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ പ്രയോഗിക്കുന്ന ഒരു മരുന്നാണ് കണ്ടോ. അപ്പോൾ ഇത് അലിയട്ടെ. അപ്പോഴേക്കും ഞാൻ നമ്മുടെ മരുന്ന് എന്താണെന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ കെമിക്കൽ മരുന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പേരറിയില്ല. അന്ന് എന്തോ TAFQ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ. കാരണം ഞാൻ അത് മേടിച്ചിട്ട് ഒരു 7 കൊല്ലമായിട്ട്. ഞാൻ വാങ്ങിച്ചത് നമ്മുടെ സൊസൈറ്റികളില്ലേ, നമ്മുടെ പഞ്ചായത്തിനോട് ചേർന്ന സൊസൈറ്റികളുണ്ട്. അതിന് ഞാൻ 80 രൂപയ്ക്ക് ഒരു 8 കൊല്ലത്തിൽ മേലെയുണ്ട്. 2018 തോന്നുന്നു ഞാൻ വാങ്ങിച്ചത്. അപ്പം ഞാനതന്ന് ഉപയോഗിക്കാണ്ട് വെച്ചേക്കായിരുന്നു. അന്ന് ഞാൻ ഇത്ര പച്ചക്കറി കൃഷിയൊന്നുമില്ല, നമ്മൾ അന്ന് ചെറിയ രീതിയിലുള്ളപ്പോൾ അന്ന് മേടിപ്പിച്ചതാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഈ ജൈവമൊക്കെ അടിച്ചിട്ടും ഈ പുളിയുറുമ്പിൻ്റെ ശല്യം കൂടിയപ്പോൾ ഞാനിങ്ങനെ ഷെയർ ചെയ്യില്ല ഓരോരുത്തരോട്. അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, ഇതിൽ 2 തുള്ളി നീ ഇത് ഒറ്റിച്ച് നോക്കി നോക്ക്, എന്നിട്ട് ഒന്ന് അടിച്ച് നോക്കുമെന്ന്. സംഗതി എൻ്റെ റിസൾട്ടാണ് കിട്ടിയിട്ട് എനിക്ക്. അപ്പോൾ
ഞാനിന്ന് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും. ഇത് നമ്മളിങ്ങനെ അലിഞ്ഞു കഴിഞ്ഞല്ലോ, അലിഞ്ഞു കഴിഞ്ഞത് കളയാതെ ഇതിലേക്ക് ഒഴിക്കുക. കാരണം അരിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആ അരിപ്പ് സ്പ്രേയറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ കുടുങ്ങി കഴിഞ്ഞാലേ. അപ്പോൾ ഇതിലൊന്നും കൂടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുക. വേപ്പെണ്ണ എപ്പോഴും ചേർക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ ആ ഒരു കോട്ടിങ് നമുക്ക് കിട്ടും. ഇനി നമ്മളിതിൽ ചെയ്യുന്നത് നോക്കിയേ, നമ്മൾ ഇത് അടിക്കുമ്പോൾ പ്രയോഗിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത്. ഇത് കേടില്ലാത്ത സമയത്ത് നമ്മൾ അടിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ബിവേറി അങ്ങനെയൊക്കെ മാറ്റി അടിക്കുമ്പോൾ ഈ മരുന്ന് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ തുള്ളി നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇത് നിങ്ങൾ മറക്കരുത് കേട്ടോ. നമ്മൾ പറഞ്ഞു എന്നിട്ട് കുറേ ഒഴിച്ച ചെടി അങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഈ സാധനത്തിന് ഭയങ്കര മണം അതിന്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം നിങ്ങൾ ആ ബെല്ലൈക്കൺ അമർത്തണം. കാരണം ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഇല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാമല്ലോ. കാരണം എല്ലാവരുടെ വീട്ടിൽ എന്തെങ്കിലും പൂച്ചെടികളും പച്ചക്കറികളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മരുന്ന് പറഞ്ഞാൽ പേരറിയില്ല, കണ്ട ഇതിൽ പകുതിയിലേറുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ മാത്രം ഒരു തുള്ളി എടുക്കുക. അല്ല ഉറുമ്പ് പോലെയുള്ളതാണെങ്കിൽ ഒരു 3 തുള്ളി എടുക്കുക. കണ്ട ധാരാളമായിട്ടത് അത് മതി. ആ സ്മെല്ല് അങ്ങോട്ട് അവർക്ക് പിടിക്കില്ല. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ എന്തായാലും അലിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം നിറയ്ക്കുക. മണം പറ്റാത്തവരും ഉള്ളവരൊക്കെ മാസ്കും ഗ്ലൗസൊക്കെ ധരിക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ പച്ചക്കറികളും അടിക്കുമ്പോഴും ഇത് ശ്രദ്ധിക്കണം. വായ തോന്നിയ പോലെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. കണ്ടില്ല? അപ്പോൾ ഇതൊരു വിധം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ മരുന്നൊക്കെ നമ്മൾ നന്നായി സൂക്ഷിച്ച് വെക്കണം കേട്ടോ. കുഞ്ഞുങ്ങളുള്ളടത്ത് മക്കളുള്ളടത്തൊന്നും താഴ്ത്തി വെക്കരുത് കേട്ടോ. അതൊക്കെ അപകടം പിടിച്ച കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത്രയും വർഷമായിട്ടും അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പവർ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇനി ഇത് അടിക്കാൻ പാടില്ലാത്ത കേസുകൾ ഏതൊക്കെയാണെന്നറിയോ? ഇനി നമ്മളിത് അടിക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് പറയും. നമ്മുടെ വേപ്പ് കണ്ട, ഇതേ വേപ്പ്. അടുത്തത് നമ്മുടെ ചീര. ഇതവിടെ ചീര കണ്ടു നിങ്ങൾ? അപ്പോൾ ഇവിടെ ഇതുമേ ഒന്നും ഡയറക്റ്റ് അടിക്കരുത്. കാരണം അത് നമ്മൾ ഇലക്കറികളായിട്ട് യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ മരുന്നടിക്കാൻ പോണേക്കാളും മുമ്പ് എന്ത് ചെയ്യണം? പൊട്ടിക്കാറായ പച്ചക്കറികളൊക്കെ നമ്മൾ പൊട്ടിക്കണം. അപ്പോൾ ഈ വെണ്ട ആയിട്ടുണ്ട് കണ്ട. അപ്പോൾ ഇത് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇനി ആവാത്തത്, ഇപ്പോൾ ഇത് ചെറുതൊക്കെയാണ്, ഇതും അപ്പം അങ്ങനെയല്ലേ, ഇപ്പോൾ ഇത് ചെറുതല്ലേ. അപ്പോൾ ഇത് ആവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതൊന്നിങ്ങനെ മറച്ച് പിടിക്കുക. ഇതോ വല്ല ചട്ടയോ ഒന്നിങ്ങനെ മറച്ച് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ ഇപ്പോൾ നമ്മുടെ പയറായാലും ഒക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് വേണം ഈ മരുന്ന് പ്രയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അഥവാ നമ്മൾ ചീരമയൊക്കെ കൊള്ളുകയാണെങ്കിൽ അത് നന്നായിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ഉള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം കഴുകാൻ. പിന്നെ ഇതടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെയിലില്ലാത്ത സമയത്ത് വേണം അടിക്കാനായിട്ട്. വെയിലുള്ള സമയത്ത് നമ്മൾ ഏത് മരുന്ന് അടിച്ചാലും അത് ഉണങ്ങിപ്പോവും. കാരണം അതങ്ങനെ തന്നെ നിന്നിട്ട് ചൂടും കൂടുമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള അതൊക്കെ നമ്മൾ നമ്മുടെ യുക്തി പോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് വെണ്ടയുടെ അടിയിലൊന്നും ഒരുവിധം കേടില്ല. പക്ഷേ ഈ ഇലചിരട്ടിപ്പുഴു ഇപ്പോൾ ഇത് തുറന്ന് നോക്കിയാൽ ചിലപ്പോൾ കാണാം അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഉണ്ടോ പുഴു ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. വേണ്ട നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഞാനിപ്പോൾ 2-3 ദിവസമൊന്നും ഇതിൻ്റെ സ്ഥലത്തേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊന്നും അധികം ഇല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിങ്ങനെ അടിച്ചു പോണത് കൊണ്ട് ഇതുമേ ഒന്നും എത്തില്ല. കണ്ട ഈ പേരയുടെ ഇലയൊക്കെ ഇങ്ങനെ നിൽക്കണത് ഈ മരുന്നുകൾ ഇടയ്ക്ക് കണ്ട് ഇത് ഈ പൊടി വരുന്നതൊക്കെ അതിൻ്റെ ഒരു ലക്ഷണമാണ്. കണ്ട അപ്പോൾ നമ്മളിത് സ്ഥിരം അല്ലെങ്കിൽ 3 ഒറ്റ എടുക്കുകയാണെങ്കിൽ 3 ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മാസത്തിലൊരു പ്രാവശ്യം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ട് പുല്ല് നിൽക്കണുണ്ട്. നിങ്ങൾ ഇതിപ്പോൾ എത്ര നോക്കിയാലും പുല്ല് വരും. പറിച്ച് കളയാറായിട്ടുണ്ട് കണ്ട. ഈ മാവിൻ്റെ തളിരുകൾ ഇതൊക്കെ ഇത് എല്ലാത്തിനും നമുക്കിത് അടിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉറുമ്പുള്ളടത്ത് പ്രത്യേകിച്ചും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ആർക്കെങ്കിലും ഇത് ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്ത് കാണണം. ഞാൻ പിന്നെ പറഞ്ഞു ഇത് തികച്ചും വ്യക്തിപരമായ എൻ്റെ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. ഓർഗാനിക് ജൈവം ചെയ്യുന്നവർ അങ്ങനെ ചെയ്തോ. പക്ഷെ തീരെ മടുത്ത് നിൽക്കുന്നവർ ഇതൊന്ന് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ളൂ. കാരണം ഇതുമ്പോൾ പുളിയുറുമ്പ് മാത്രം അടങ്ങും. അപ്പോൾ നമുക്കതിന് നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഓക്കേ.